മാജിക് മോർണിംഗ് ബി മാജിക്കിന്റെ 2105 സെഷനിലേക്ക് ബി മാജിക് ഫൗണ്ടേഴ്സ്, ലീഡേഴ്സ്, മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദ സ്ട്രെങ്ത് ടു റൈസ് എ ജേർണി ഇൻ ടു റെസിലിയൻസ് എന്ന ടോപ്പിക്കിൽ സെഷൻ ലീഡ് ചെയ്യുവാൻ ട്രെയിനറായ ഷബാസ് ഷംനത് മാമിനെ ക്ഷണിക്കുന്നു. വെൽക്കം മാം. താങ്ക് യു വെരി മച്ച്. ബിഫോർ മാജിക്കിലെ കുറെ നാളുകൾക്ക് ശേഷം, ഇത്തിരി നാളുകൾക്ക് മുന്നേ ഞാൻ ഇതിൽ ക്ലാസ് എടുക്കാൻ വരാറുണ്ടായിരുന്നു. കുറെ നാളുകളായിട്ട് ഇതിൽ വരുന്നില്ല. നിങ്ങളൊന്ന് വീഡിയോ ഓൺ ചെയ്താൽ കൂടുതൽ പവർഫുൾ ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാമായിരുന്നു. ആകെ മണിസാറും മാത്രമാണ് വീഡിയോ ഓൺ ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഫേസിൽ നോക്കി സംസാരിക്കുമ്പോൾ വെറുതെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കുന്നതിനേക്കാൾ വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കും. ഞാൻ ആദ്യം ദൈവത്തിനോട് നന്ദി പറയുന്നു. ഇന്ന് ഈ ഒരു അവസരത്തില് ഇവിടെ വരാനും നിങ്ങളോടെല്ലാവരും സംവദിക്കാനും സാധിച്ചത് ദൈവത്തിന്റെ കൃപ തന്നെയാണ്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇന്ന് രാവിലെ ഇവിടെ എഴുന്നേറ്റ് ഒത്തുകൂടാൻ സാധിച്ചു. അപ്പൊ ആ ഒരു സൂപ്പർ നാച്ചുറൽ പവറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഇവിടെ ഒരു അവസരം തന്ന ബി മാജിക്കിലെ ഓരോരുത്തർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്നൊരു പവർഫുൾ സെഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ദയവായിട്ട് എല്ലാവരും എന്നോട് ഇന്ററാക്ട് ചെയ്ത് വീഡിയോ ഓൺ ആക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നിങ്ങളെക്കാൾ വലുത് ഞാൻ, എന്നേക്കാൾ വലുത് അങ്ങനൊന്നുമില്ല. നമ്മൾ ചുമ്മാ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് ഓരോ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ചിന്തകളും ധാരണകളും ഉള്ള ഓരോ വ്യക്തിത്വങ്ങളാണ് ഇതിലുള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഷെയർ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഒന്ന് തരുമോ? ഓക്കെ. ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. എല്ലാവർക്കും പരിചിതമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ദ സ്ട്രെങ്ത് ടു റൈസ് എ ജേർണി ഇൻ ടു റെസിലിയൻസ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു എബിലിറ്റി ഉണ്ട്. എവിടെയെങ്കിലും ഒന്ന് വീണ് പോയാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേക്കാൻ, അല്ലെ? അത് നമ്മൾ ചെറിയ കാലം മുതൽ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ നടക്കാൻ പഠിച്ചത്, കുഞ്ഞുനാളിലും നടക്കാൻ പഠിച്ചത് ആദ്യം എന്താണ്? വീണ് ആ വീണെടുത്തുനിന്ന് എഴുന്നേറ്റാണ് നമ്മൾ നടക്കാൻ പഠിച്ചത്. പിന്നെ എപ്പോഴോ ഈ ഒരു കഴിവ് നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നു. മേ ബി അതിന്റെ പ്രാക്ടീസ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ടാവാം. നമ്മൾ പ്രായത്തിൽ കുട്ടികളോട് പറയുന്നത് എന്താ? സൂക്ഷിച്ച് നടക്കണേ, വീഴരുത്. ശരിക്കും വീണെടുത്തുനിന്ന് എഴുന്നേറ്റ് അവര് ഉയർന്നു വരികയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ അപ്പോ മുതൽ പറയണ വീഴരുത്, വീഴരുത്. ഒരിടത്തും നമ്മൾ താന്നു പോകരുത്, തളർന്നു പോകരുത് എന്നാണ് പറയുന്നത്. പക്ഷെ നേരെ തിരിച്ചാണ് വേണ്ടത്. നമുക്ക് ഏത് വീഴ്ചകൾ നമ്മുടെ ലൈഫിൽ വരാം. നമ്മൾ നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ലൈഫ് ഒരു ജേർണിയാണ്. ജേർണിയിൽ എപ്പോഴും പ്രശ്നങ്ങള് അല്ലെങ്കിൽ പ്രോബ്ലംസ്, നമുക്ക് വളരെ സങ്കടകരമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ സംഭവിക്കാം. പക്ഷെ ഇതിങ്ങനെ നമ്മുടെ ലൈഫ് ജേർണിയിൽ നടക്കുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മൾ പവർഫുൾ ആയിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ സാധിക്കുന്നത്. അന്ന് ആ കുഞ്ഞുനാളില് ആദ്യമായിട്ട് ഒരു പിച്ച വെക്കുമ്പോ, വീണപ്പോ, എന്റെ കാല് നൊന്തപ്പോ ഇനി ഞാനില്ല, എന്റെ കാല് മുറിയും അല്ലെങ്കിൽ വേദന എടുക്കും എന്ന് പറഞ്ഞ് അന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ പലപ്പോഴും നമുക്ക് കുറച്ച് വേദനകൾ, പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ എവിടെയോ സ്റ്റോപ്പായി പോകുന്നു. പിന്നെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരു പവർഫുൾ ആളായിട്ട് മാറുന്നില്ല. ആ പണ്ട് കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്ന ആ ഒരു കഴിവ് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു. ആ കഴിവ് നമുക്ക് തിരിച്ചു പിടിക്കുകയല്ലേ വേണ്ടത്, അല്ലേ? നിങ്ങൾ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ പറഞ്ഞു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എന്ന് പറഞ്ഞു. ഞാൻ മാത്രം സംസാരിക്കുമ്പോൾ അതൊരു രസമില്ല. നിങ്ങളുടെ അഭിപ്രായം കൂടി, എന്റെ അഭിപ്രായം മാത്രമല്ലല്ലോ, എല്ലാവരുടെ അഭിപ്രായവും അറിയണല്ലോ. ദ പവർ ഓഫ് റെസിലിയൻസ്.
Resilience is the key to unlocking your fullest potential by developing the mental toughness and adaptive capacity to bounce back from setbacks. You can turn obstacles into opportunities and achieve remarkable success. അതായത് തിരിച്ചടികൾ ലൈഫിൽ ഉണ്ടാകും. ആ തിരിച്ചടികളിൽ നിന്ന് നമ്മൾ എന്താണ് പതറിപ്പോകാതെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരാം, അതെല്ലാം നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റുക. നമ്മുടെ മുഴുവൻ ശക്തിയും പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് ദ പവർ ഓഫ് റെസിലിയൻസ്. അല്ലാതെ നമുക്ക് പ്രശ്നങ്ങൾ വന്നു, അല്ലെങ്കിൽ ലൈഫില് ഫെയിലിയേഴ്സ് വന്നു, കുറച്ച് പ്രാവശ്യം ഫെയിലിയേഴ്സ് വരുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ഡൗൺ ആയിട്ട് ഇതൊന്നും നടക്കില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിച്ച് നമ്മൾ എന്താ താഴേക്ക് പോകരുത്. ലൈഫിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏത് വ്യക്തിത്വങ്ങളെയും നമുക്ക് നോക്കാം. എബ്രഹാം ലിങ്കൺ, ഒരുപാട് തോൽവികൾക്കൊടുവിലാണ് അദ്ദേഹം ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ്. 18ഓളം പരാജയങ്ങൾക്കൊടുവിലാണ് ബിസിനസ്സിലാവട്ടെ, അങ്ങനെ പല പല പരാജയങ്ങൾ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ശേഷമാണ് ഒരു ഗ്രേറ്റസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് മാറിയത്. അതുപോലെ നമ്മളെ ഹാരി പോട്ടർ, ആ ഒരു ഇതെഴുതിയ ജെ.കെ. റൗളിംഗ്, 12ഓളം പ്രസാധകരെ കണ്ടു എന്റെ കൃതി ഒന്ന് പ്രസിദ്ധീകരിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലായിടത്തും റിജക്ഷൻ, നോ നോ നോ, ഇത് തന്നെയാണ് കേട്ടത്. പക്ഷെ എവിടെയെങ്കിലും വെച്ച് ഇത് നടക്കില്ല എന്ന് അദ്ദേഹം കരുതിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ആ ഒരു അമൂല്യമായ കൃതി കിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫ്. അതുപോലെ എന്താണ് നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച എഡിസൺ 1000ഓളം പ്രാവശ്യം ചെയ്തു. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചോദിച്ചു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അപ്പൊ പറഞ്ഞു ഈ ഒരു വസ്തു വെച്ചിട്ട് ബൾബ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്, ഇതൊന്നും എന്റെ പരാജയമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ നോക്കിക്കാണുന്ന രീതിയാണ്. നമ്മൾ പലപ്പോഴും വിജയികളുടെ ആ വിജയിച്ചത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അവർ എത്രത്തോളം പരാജയത്തിലൂടെ അല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നത്തിലൂടെയാണ് അവർ കടന്നു വന്ന് ഇവിടെ എത്തിയത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. പകരം എന്താണ്, നമുക്ക് ഒരു 1ഓ 2ഓ പരാജയം വരുമ്പോഴേക്കും എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ മൊത്തം പരാജയമാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നും പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ തളർന്നു പോകുന്നു. പക്ഷെ ഈ വിജയിച്ച ഓരോ വ്യക്തികൾക്കും നമുക്കുണ്ടായതിനേക്കാൾ കൂടുതൽ നെഗറ്റീവായ പ്രശ്നങ്ങളുടെയും വളരെ ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു വന്നിട്ടാണ് അവര് ഈ ഒരു പദവിയിൽ എത്തിയിരിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിൻസ് 21ാമത്തെ വയസ്സിൽ ന്യൂറോ ഡീജനറേറ്റീവ് ALS അമ്യോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന രോഗത്തിന് കീഴ്പ്പെട്ടു. നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആരോഗ്യവും ഒക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും വലിയ ഒരു അസുഖത്തിന് കീഴ്പ്പെട്ട ആ വ്യക്തിയാണ് എന്താണ് ഒരുപാട് നേട്ടങ്ങൾ സയൻസിന് നൽകിയത്. പക്ഷെ ആ ഒരു 21ാമത്തെ വയസ്സിൽ ആള് തളർന്നു പോയില്ല. ഇത്രയും ഒരു ALS അസുഖത്തിൽ വന്നു കഴിഞ്ഞപ്പോ ആ അസുഖത്തിന് അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. അദ്ദേഹം എന്താണ് ഈ ലോകത്തെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ തളർന്ന് പോകുന്നു. ഇവിടെ നമ്മൾ തീർന്നു പോയി എന്നുള്ള രീതിയിൽ നമ്മൾ പുറകോട്ടായി പോകുന്നു. ഒരിക്കലും അതല്ല വേണ്ടത്. അപ്പൊ എന്തായിരിക്കും റെസിലിയൻസ്? വാട്ട് ഈസ് റെസിലിയൻസ്? ഒരിക്കലും പ്രശ്നങ്ങളിൽ അതിൽ തളർന്നു പോകാതെ പ്രതിരോധിച്ച് നമുക്ക് മുന്നോട്ട് വരാനുള്ള കഴിവാണ്, ഒരു അഡാപ്റ്റീവ് പവർ ആണ് റെസിലിയൻസ്. എന്ത് പ്രശ്നങ്ങളും വന്നോട്ടെ ഞാൻ അതിനെ ഫേസ് ചെയ്യും. ഈ പ്രശ്നങ്ങളിൽ നിന്ന് എനിക്ക് ഒരുപാട് ലേൺ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഓരോ എക്സ്പീരിയൻസ് ആണ്. ഈ എക്സ്പീരിയൻസ് എനിക്ക് ലൈഫിൽ സക്സസ് ആവാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്. ഓരോ ഫെയിലിയേഴ്സും എന്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് റെസിലിയൻസ്. The capacity to recover quickly from difficulties and adapt to change. പ്രശ്നങ്ങൾ വരാം, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് നമ്മൾ ഒരു സക്സസിലേക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് ഉയർത്ത് വരാനുള്ള നമ്മുടെ കഴിവാണ് എന്ത്? റെസിലിയൻസ്, പ്രതിരോധം. നമുക്ക് കോവിഡ് വന്നു. ആ ഒരു കോവിഡ് കാലത്താണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുന്നത്.
ആദ്യം കോവിഡ് വന്നപ്പോ ഇനി എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? ഇപ്പോ എല്ലാവരും പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സുകൾ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ആ സമയത്ത് എല്ലാവരും ഇതേക്കുറിച്ച് പല പല കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും ഇപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ സംവദിക്കുന്നത് ഈ ഓൺലൈനിലാണ്. അല്ലാതെ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ വളരെ സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ ട്യൂഷൻസ് ഇപ്പോ സ്കൂളിൽ പോയി പഠിച്ചിട്ട് കുട്ടികൾ വീട്ടിൽ വന്നിട്ട് ട്യൂഷൻ ക്ലാസ് ഓൺലൈൻ ആയിരിക്കും മിക്ക കുട്ടികളും. അപ്പോ അവർക്ക് കിട്ടാനുള്ള നോളജ് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് എത്ര അകലത്തിൽ നിന്നും ആ നോളജ് കിട്ടുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായത് പിന്നെ നമുക്കുണ്ടായ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് നമ്മൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്തി തുടങ്ങിയത്. അതിനു മുമ്പ് ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല. ഈ കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ ഓൺലൈനിലേക്ക് കൂടുതലും മാറിയത്, ഓൺലൈൻ ക്ലാസ്സുകൾ പോലുള്ളതിലേക്ക് കൂടുതലും മാറിയത്. പക്ഷെ ആ ഒരു ഡിഫിക്കൽറ്റിയാണ് നമുക്ക് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കാണിച്ചു തന്നത്. അപ്പോ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്തിന്റെ എവിടെ നിന്നുള്ള ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു ഡിഫിക്കൽറ്റി നമ്മളെ മാറ്റി. അപ്പൊ നമുക്ക് ഒരു റെസിലിയന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് മെന്റൽ ടഫ്നെസ്. പലരും പറയും അവരുടെ തൊലിക്കെട്ടി അല്ലെങ്കിൽ അവരുടെ മനക്കെട്ടി കണ്ടിട്ടില്ലേ? പക്ഷെ ആ മനക്കെട്ടി വേണം, നമുക്ക് പരാജയപ്പെടാം, അതുപോലെ പ്രശ്നങ്ങൾ വരാം. അവിടെ തളർന്നു പോകാതെ നമ്മൾ ഉയർന്നു വരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ പ്രശ്നങ്ങളിൽ നമ്മൾ തകർന്നു പോയിരുന്നെങ്കിൽ, ഞാൻ കുറച്ച് വിശിഷ്ട വ്യക്തികളുടെ നേരത്തെ പറഞ്ഞ സക്സസ് ആയ കുറെ പേരുടെ പേര് പറഞ്ഞു, അവരൊക്കെ ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ തളർന്നു പോയെങ്കിൽ ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാതെ പോയത്. അവര് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തൊട്ടടുത്ത് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പേരുടെ പേരുകൾ പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ തൊട്ടടുത്ത് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളിൽ അവര് അവിടെ പെട്ടുപോകാതെ ഉയർന്നു വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുള്ള ഈ സമൂഹത്തില് പലപ്പോഴും ആ ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ വീണെടുക്കുന്ന ഈ ഉയർന്നു വരാനുള്ള ആ കഴിവ് പലർക്കെങ്കിലും ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മെന്റൽ ടഫ്നെസ് ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന്റെ സൊല്യൂഷനിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. കൊറോണ വന്നു, കൊറോണയുടെ ഇഷ്യൂസ് നമുക്ക് അത് പകരാതിരിക്കാൻ വീട്ടിലിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. അതിന്റെ ആ പ്രശ്നത്തില് എന്താണ് നമുക്ക് സൊല്യൂഷൻ? ഇനി കുറച്ച് നാളെ സ്കൂളിൽ പോകാതെ നമുക്ക് വീട്ടിലിരുന്ന് പഠിച്ച് അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുക. അവിടെ നമ്മൾ സൊല്യൂഷനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അതുപോലെ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അയ്യോ എനിക്കിത് വന്നല്ലോ, ഇനിയിപ്പോ കൊറോണ കാലമായി, ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് ചിന്തിച്ച് വീട്ടിൽ ഇരുന്ന ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഡൗൺ ആവുകയല്ല ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ പല പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നത്തെ കുറിച്ച് ചിന്തിച്ച് ഡൗൺ ആകുന്നതിന് പകരം നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പോസിറ്റീവ് മൈൻഡ് സെറ്റില് ഇതിന് ഈ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കി അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ ഇമോഷണൽ റെഗുലേഷൻ. ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും നമ്മള് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ സങ്കടപ്പെടുക, അതിന്റെ നമ്മുടെ ഇമോഷനിലെ ഏറ്റവും ഇന്റൻസിറ്റിയിലേക്ക് നമ്മൾ പോകാതെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അത് നമുക്കൊരു സങ്കടം ഉണ്ടാക്കാം, ദേഷ്യം ഉണ്ടാക്കാം. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പോകാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ആ ഇമോഷനിൽ നമ്മൾ എന്താണ് നമുക്ക് ആ ഇമോഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. Importance of resilience. Resilience is essential for navigating life challenges and achieving long-term success. നമ്മൾ പറഞ്ഞു, ഒരു പ്രശ്നം വരുമ്പോ അതിന്ന് ഒറ്റ ദിവസം കൊണ്ട് ചിലപ്പോ നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റില്ല. ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തി അതിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് നമുക്കൊരു സക്സസിലേക്ക് എത്താൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ഇബ്രാഹിം ലിങ്കൺ 18ഓളം പ്രാവശ്യം തോറ്റു. ഓരോ തോൽവിയിലും ബിസിനസ്സിൽ തോറ്റു, അല്ലെങ്കിൽ ലോക്കൽ ഇലക്ഷനിൽ നിന്നും അവിടെ തോറ്റു. ഇവിടെ നിന്നെല്ലാം അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ ലൈഫിൽ പഠിച്ച് അവസാനം ഒരു സക്സസിലേക്ക് എത്താണ്. അതായത് ലോങ് ടൈമില് അവസാനം അദ്ദേഹം സക്സസിലേക്ക് എത്തിയെങ്കിൽ ഇതിൽ നിന്നുള്ള എക്സ്പീരിയൻസും ഇതിൽ നിന്ന് കിട്ടിയ ഓരോ കാര്യങ്ങളുമാണ് അദ്ദേഹത്തിനെ ആ ഒരു സക്സസിലേക്ക് എത്തിച്ചത്.
അപ്പൊ ഇതുപോലെ നമ്മുടെ ലൈഫിലും സക്സസ് ആവണമെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് കിട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്നും പഠിച്ച് ആ പ്രശ്നങ്ങളിൽ പതറിപ്പോകാതെ നമ്മൾ അതിൽ നിന്നും ഉള്ള പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ റെസിലിയന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും അല്ലെ. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയെന്ന് വിചാരിച്ചോ, ഒരു പ്രശ്നം വന്നു, നമ്മൾ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തും, അല്ലെങ്കിൽ നമ്മൾ വളരെ ദേഷ്യപ്പെട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെയാണ് ബാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, അതായത് നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്താൻ, പ്രൊഡക്ഷൻ മീൻസ് നമ്മളിൽ നിന്നുള്ള എബിലിറ്റി പൂർണ്ണമായിട്ടും എടുക്കാൻ നമുക്ക് റെസിലിയന്റ് ആയിട്ടുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു, ഇനി ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ പിന്മാറി പോയാൽ നമുക്ക് ഒരിക്കലും എന്താണ്, ഒരു ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ, അതുപോലെ നമ്മുടെ സ്കില്ല്, ഒരു പ്രാവശ്യം പ്രോബ്ലംസ് സോൾവ് ചെയ്തു, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ലേണിങ്സ് കിട്ടുന്നു, നോളജ് കിട്ടുന്നു. അത് നെക്സ്റ്റ് ഒരു പ്രാവശ്യം അടുത്ത ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ ഈ നോളജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഇതെല്ലാം ലേണിങ്സ്, ഇതെല്ലാം നമുക്ക് എന്താണ്, കൂടുതൽ സക്സസിലേക്ക് പോകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ റെസിലിയൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ പതറിപ്പോവുകയല്ല വേണ്ടത്. ഈ റെസിലിയൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് ജന്മന ജനറ്റിക് ആയിട്ട് കുറച്ച് കിട്ടുന്നത് അങ്ങനെയല്ല, നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്തെടുക്കുന്നതാണ്. ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം വന്നപ്പോൾ പ്രശ്നത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന്റെ പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു, നമ്മൾ അതിൽ നിന്ന് സക്സസ് ആയി വന്നു. ഒരു പ്രാവശ്യം അങ്ങനെ വരുമ്പോ നെക്സ്റ്റ് വീണ്ടും നമുക്ക് അതിനുള്ള എബിലിറ്റി കിട്ടി, നമുക്കത് ആ ഒരു റെസിലിയൻസ് സ്കില്ല് അത് കൂടി വരികയാണ് ചെയ്യുന്നത്. പകരം ഒരു ഇഷ്യൂ വന്നു, ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു ഇഷ്യൂവിൽ നിന്ന് മാറി നിന്ന് പൂർണ്ണമായും ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അതിന്റെ സൊല്യൂഷൻ ഓറിയന്റഡ് അല്ലാതെ നമ്മൾ അവിടെ നിന്ന് അയ്യോ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്കില്ലും കിട്ടില്ല, നമുക്ക് എന്താണ് സക്സസ് ആവാനും സാധിക്കില്ല. ഒരിക്കലും റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കില്ലാണ്, അത് കിട്ടുന്നത് ബൈ എക്സ്പീരിയൻസ്. നമ്മൾ ലൈഫില് ഓരോ പ്രാവശ്യവും റെസിലിയൻസ് ആയിട്ട് ഇരിക്കുമ്പോൾ, ഓരോന്നും വരുമ്പോഴും നമ്മൾ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സ്കില്ല് കൂടി വരാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും ഈ റെസിലിയൻസ്, ഹൗ ടു കൾട്ടിവേറ്റ് റെസിലിയൻസ്, ലൈഫിൽ എങ്ങനെ നമുക്ക് റെസിലിയൻസ് ഉണ്ടാക്കിയെടുക്കാം? ഇത് ഞാൻ പറഞ്ഞ ഒരു സ്കില്ലാണെന്ന്, അല്ലാതെ നമുക്ക് ജന്മന നമുക്ക് ഒരാളുടെ ഇതിലുള്ളതല്ല. ആദ്യം ഒരു കുഞ്ഞു വാവ എഴുന്നേറ്റു, ഫസ്റ്റ് പിച്ച വെച്ചപ്പോ ഒരു പ്രാവശ്യം ഒന്ന് വീണു, ആള് മുട്ടൊക്കെ കുടഞ്ഞൊന്ന് കരഞ്ഞു, അമ്മ ഒന്ന് എഴുന്നേൽപ്പിച്ചു, വീണ്ടും ആള് എന്തെങ്കിലും പിന്നെയും ഒരു ആ മോളെ അല്ലെങ്കിൽ ആ മോനെ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരു സാധനം കണ്ടു, അത് എടുക്കാൻ വേണ്ടി വീണ്ടും ഒന്ന് 2 അടി വെച്ചു. അല്ലെങ്കിൽ നമ്മൾ ആ 2 അടി വെക്കുമ്പോൾ നമ്മൾ എന്താണ്, ആ കുട്ടികൾക്ക് ഒരു ക്ലാപ്പ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ സന്തോഷം കാണുമ്പോൾ, ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞുവാവ 2 അടി വെക്കുമ്പോൾ നമ്മുടെ സന്തോഷം കാണുമ്പോൾ ഇതെല്ലാം ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ ലൈഫില് റെസിലിയൻസ് എന്ന് പറയുന്ന സ്കില്ല്, വീടിനടുത്ത് നിന്ന് എഴുന്നേക്കാനുള്ള സ്കില്ല് ചെറുപ്പം മുതലേ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ റെസിലിയൻസ് സ്കില്ല് നമുക്ക് ഉണ്ടാകുന്ന ജന്മന കിട്ടുന്നതല്ല, നമ്മൾ ബൈ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്ത് എടുക്കുന്നതാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിക്കണം. അതായത് പ്രശ്നങ്ങൾ വരും, ലൈഫാണ്, ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം ഇല്ല. നമ്മൾ കുട്ടികൾ ഗെയിം കളിക്കുന്ന കണ്ടിട്ടില്ലേ? ആ ഗെയിമിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഗെയിം കുട്ടിക്ക് കൊടുത്തു, ചുമ്മാ തുടങ്ങി അതിൽ എൻഡ് ചെയ്തു. ഒരിക്കലും ആർക്കും ആ കുട്ടികൾക്ക് ആ ഒരു ഗെയിമിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അവർക്ക് എന്താ, ടഫായിട്ടൊരു ഗെയിം ഒരു ലെവൽ എടുത്തു, ഒരു ലെവൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ ലെവൽ കളിക്കാനല്ല അവർക്ക് ഇൻട്രസ്റ്റ്, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനാണ്. അതായത് ഓരോ ലെവലിലും ഉള്ള ഡിഫിക്കൽട്ടീസ് മറികടന്ന്, ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഒരു ഗെയിമിൽ ഒരു ഡിഫിക്കൽട്ടി വന്നു, അത് മറികടക്കുമ്പോൾ കുട്ടികൾക്ക് എന്താണ്, ഹാപ്പിനെസ് ആണ്. അതെങ്കിൽ നെക്സ്റ്റ് ലെവലിലെ ഡിഫിക്കൽട്ടി മറികടക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. പകരം ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു ഗെയിം കൊടുത്താൽ കുട്ടികൾ അതിലെന്താ ഇൻട്രസ്റ്റിംഗ് അല്ല. അപ്പോൾ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ, ലൈഫിൽ സ്ട്രെസ് വരും,
ഇതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് റെസിലിയന്റ് പവർ ഉണ്ടാവുന്നത്. അല്ലാതെ പ്രശ്നങ്ങൾ വന്നു, എനിക്ക് കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നല്ല ചിന്തിക്കേണ്ടത്. പകരം ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, പക്ഷെ അത് തെറ്റിപ്പോയി, സക്സസ് ആയില്ല. ഇതിലെന്താണ് പോരായ്മ, എന്ത് പറ്റിയിട്ടാണത് സക്സസ് ആവാതിരുന്നത്, അത് മനസ്സിലാക്കുക, അതിലൊരു മാറ്റം വരുത്തുക. ഞാൻ ഇനിയും ട്രൈ ചെയ്തു നോക്കും, നെക്സ്റ്റ് പ്രാവശ്യം ഞാൻ വിജയിക്കും എന്നുള്ള മൈൻഡോടുകൂടി ആ ഒരു സ്ട്രെസ്സിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത്, നാളത്തെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, നമുക്ക് കറന്റ്ലി കിട്ടുന്ന ടൈം നല്ല രീതിയിൽ മാനേജ് ചെയ്ത്, അല്ലാതെ ആ കിട്ടുന്ന സമയം സങ്കടപ്പെട്ട് ഇത് ഇങ്ങനെയായിപ്പോയി, അല്ലെങ്കിൽ ലോകം ഇങ്ങനെയാണ്, എനിക്ക് മാത്രം ഒന്നുമില്ല, ഞാൻ ലക്കി അല്ല, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമുക്ക് ഉള്ള സ്ട്രെസ് കൂടുതൽ കൂട്ടുമല്ല. ഒരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ് എന്തിനാണ്, നമുക്ക് ലൈഫിൽ സ്ട്രെസ് ആവശ്യമാണ്. നമ്മള് ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് സ്ട്രെസ്. അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുമ്പോൾ നമുക്കത് ഏറ്റവും പവർഫുൾ ടൂള് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് പുറകോട്ട് പോകും, ഒരു കാര്യം ചെയ്യാനുള്ള ഒരു പ്രഷർ അത് കിട്ടുമ്പോഴാണ് നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ. അപ്പൊ ഈ സ്ട്രെസ്സിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു റെസിലിയൻസ് പവർ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇമോഷണൽ റെഗുലേഷൻ. നമുക്കൊരു സങ്കടം വന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളെ തളർത്താം. പക്ഷെ ആ ഒരു നിമിഷം ചിലപ്പോ നമ്മളൊന്ന് സ്റ്റോപ്പായിട്ട് നിന്ന് പോകാം. നെക്സ്റ്റ് മൊമെന്റ് അതിൽ നിന്ന് റിക്കവർ ആയിട്ട് നമ്മൾ കയറി വരികയാണ് വേണ്ടത്. അല്ലാതെ നമ്മുടെ ഇമോഷനുമായിട്ട് അതും അറ്റാച്ച് ചെയ്ത് അയ്യോ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, എനിക്കിനി നടക്കില്ല, നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് ആ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും താഴേക്ക് വീണ്ടും നമ്മുടെ ആ ഒരു ഇമോഷൻ കൂടി വരുന്നതല്ലാതെ ഈ ഒരു സംഭവം എന്നെ ഹർട്ട് ചെയ്തു, നമ്മളൊന്ന് പോസ് ചെയ്യുക, ഈ ഒരു പ്രശ്നം എന്നെ ഒന്ന് വിഷമിപ്പിച്ചിട്ടുണ്ട്. ദെൻ എല്ലാവരും, ഈ കൂട്ടത്തിലുള്ള എല്ലാവരും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണ്. ഒന്നെന്താണ്, കാമാവുക, ഒന്ന് കണ്ണടയ്ക്കുക, ബ്രീത്തില് കോൺസെൻട്രേറ്റ് ചെയ്യുക, നമ്മുടെ ഇമോഷനെ നമ്മൾ സ്വന്തമായിട്ട് റെഗുലേറ്റ് ചെയ്യുക. ആ ഇമോഷൻസ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രോബ്ലത്തെ ഒന്നുകൂടെ നോക്കിക്കാണുക, എന്തായിരുന്നു അവിടെ മിസ്റ്റേക്ക്, ഈ ചെയ്തതായിരുന്നു ഇതിലെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ പോയായിരുന്നെങ്കിൽ ഇത് ഓക്കെ ആകുമായിരുന്നു, എന്റെ ഭാഗത്ത് നിന്ന് പറ്റിയ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഇന്ന റീസൺ കൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. അത് നമ്മൾ ആ ഇമോഷനെ ആദ്യം ഒന്ന് പോസ് ചെയ്ത് അതൊന്ന് സ്റ്റേബിൾ ആക്കി നമ്മൾ അതിനെ ക്ലാരിറ്റിയോടുകൂടി നോക്കിക്കാണുന്നു, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നു, അതിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുക. ലൈഫിൽ ഡിഫിക്കൽട്ടീസ് വരും. ഈ ഡിഫിക്കൽട്ടീസ് വരുമ്പോൾ നമുക്ക് ഇമോഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ ഇമോഷൻസ് നമ്മളെ കീഴ്പ്പെടുത്തരുത്, നമ്മൾ ആ ഇമോഷനെ കീഴ്പ്പെടുത്തി സക്സസ് ആവേണ്ടി ഇരിക്കുന്നു. അഡാപ്റ്റബിലിറ്റി. ചേഞ്ചസുകളോട് നമ്മൾ പൂർണ്ണമായി അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം. അതായത് ലൈഫിൽ കുറച്ച് മുന്നേ പറഞ്ഞു, കൊറോണ കാലം വന്നു, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറി. അതുപോലെ ഇപ്പൊ എന്താണ്, എല്ലാം ഡിജിറ്റൽ മീഡിയ ആണ്. ആ ഡിജിറ്റൽ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ അതിലുണ്ട്. നമുക്ക് ഒരുപാട് പഠിക്കാം, ഇൻഫർമേഷൻ കിട്ടുന്നു, പല കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഇതെല്ലാം അതിന്റെ പോസിറ്റീവ് സൈഡാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് വരില്ല എന്നല്ല, നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന എല്ലാ സംഭവവും നമ്മൾ യൂസ് ചെയ്യുക. പകരം അതിലെന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യുക, റിജക്ട് ചെയ്യുക. വരുന്ന പുതിയ മാറ്റങ്ങളെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിലേക്ക് എടുക്കുക. അതിൽ വരുന്ന മാറ്റങ്ങളിൽ നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അതിന് നേരെ മുഖം തിരിച്ച് നിൽക്കാതെ. അപ്പൊ നമുക്ക് എന്താണ്, റെസിലിയന്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും. പകരം അതിലെന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റെസിലിയന്റ്, നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂടുമ്പോഴാണ് കൂടുതൽ ഇഷ്യൂസ് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാകുന്നത്. ആ ഇഷ്യൂസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ വീണ്ടും നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, അതിന്റെ പ്രോബ്ലത്തിൽ കോൺസെൻട്രേഷൻ കൊടുക്കാതെ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിച്ച് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറുക. അപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി തന്നെ നമുക്ക് എന്താണ്, ഒരു പവർ തരും.
ഒരു എംപവറിംഗ് പവർ തരുമ്പോൾ നമുക്ക് കൂടുതൽ സക്സസിലേക്ക് പോകാൻ സാധിക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ ഇറങ്ങുമ്പോഴായിരിക്കും അതിൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരു പ്രശ്നം വന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്തു, പിന്നെ ഒരു പ്രൊഡക്ടിവിറ്റി വരുന്നില്ല. പകരം ഒരു പ്രശ്നം വന്നു, അത് സോൾവ് ചെയ്തു, മുന്നോട്ടൊരു സ്റ്റെപ്പ് വെച്ചു, അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഉയരും. പിന്നെ ഒരു നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം വരും. അപ്പൊ അതിന് ഈ ആദ്യത്തെ പ്രോബ്ലം സോൾവിങ് നമ്മളെ നെക്സ്റ്റ് ലെവല് ഹെൽപ്പ് ചെയ്യും, എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ഇത് നമ്മുടെ റെസ്ലിംഗ് പവർ കൂട്ടും. അതുപോലെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്. ഇപ്പൊ നമ്മളൊരു ഗെയിം എടുത്താൽ ഫസ്റ്റ് ലെവലിലെ ഗെയിമിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് സെക്കൻഡ് ലെവലിൽ കൂടുതൽ പവർഫുൾ ആയിട്ട്, കാരണം അത് ഫസ്റ്റ് ലെവല് ചെറിയ സിമ്പിൾ ആണെങ്കിൽ അത് ചെയ്ത എക്സ്പീരിയൻസ്, നോളജ്, അത് സെക്കൻഡ് ലെവലിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ജീവിതത്തില് ആദ്യം നമ്മളൊരു പ്രശ്നം അകപ്പെട്ടു, ആ പ്രശ്നത്തിൽ നിന്ന് സൊല്യൂഷൻ നോക്കി നമ്മൾ അവിടെ നിന്ന് ഓക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഒരു എബിലിറ്റി, ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു നോളജ് നെക്സ്റ്റ് ലെവലിൽ നമുക്ക് അതിലും വലിയൊരു പ്രശ്നമാകട്ടെ എന്തുമാകട്ടെ അതിനെ നേരിടാനുള്ള ഒരു പവറും അതിനുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നോളജും നമുക്ക് തരും. അപ്പോ നമ്മളെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എൻഹാൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് റെസിലിയന്റ് പവർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഞാൻ അൺലക്കിയാണ്, എനിക്കൊന്നും നടക്കൂല, ഞാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചതാ, അതൊക്കെ കഴിവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ജനിച്ചപ്പോഴേ ഇങ്ങനെയൊക്കെയാണ് വിധിച്ചിട്ടുള്ളൂ. ചിലവര് സംസാരിക്കുന്നത് ഈ രീതിയിലായിരിക്കും. ഇത് നമ്മളെ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത് നമുക്ക് കഴിവില്ല, നീ മോശമാണ് എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിലേക്ക് കയറുന്നത്. പകരം എത്രയെത്രയോ മഹത് വ്യക്തികൾ അവരുടെ ലൈഫിലൊക്കെ എത്രയെത്രയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അവരത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു സക്സസ് ആയി. എനിക്ക് വന്നത് അത്രയും വലിയ ഇഷ്യൂസ് ഒന്നുമല്ലോ, സിമ്പിൾ ഇഷ്യൂ, ഇത് ഞാൻ ഇപ്പോ സോൾവ് ചെയ്യും, എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എന്നെ മാറ്റാൻ സാധിക്കും, എനിക്ക് കഴിയും, ഐ ക്യാൻ, ഇതെനിക്ക് ചെയ്യാൻ സാധിക്കും, ഞാൻ പവർഫുൾ ആണ്, ഞാൻ സ്ട്രോങ് ആണ്, ഈ പ്രശ്നങ്ങളെല്ലാം എന്നെ കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു തോട്ട്, ഒരു ചിന്ത, അത് നമ്മളെ വീണ്ടും വീണ്ടും പവർഫുൾ ആക്കി മാറ്റും. ഇപ്പോഴും നമ്മുടെ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൂടുതൽ റെസിലിയന്റ് ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. ഇപ്പോ റീസെന്റ് മിക്കവർക്കും ഉള്ള ഒരു ഇഷ്യൂസ് ആണ് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഒക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്ത് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ മെന്റൽ ഹെൽത്ത്, അതായത് നമ്മുടെ പോസിറ്റീവ് ടോക്കും എല്ലാ കാര്യങ്ങളും, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മളെ മെന്റൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് സൂക്ഷിച്ചാൽ, അതായത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ, നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നു, അറ്റ് എ ടൈം ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ തലയിൽ കൂടെ കടന്നു പോകുന്നത്. ഈ ഒരുപാട് ഇൻഫർമേഷൻ വരുമ്പോൾ നമ്മുടെ മൈൻഡ് ഓവർലോഡ് ആവുകയാണ്. പിന്നെ ഒരു പ്രോബ്ലം വരുമ്പോൾ അത് സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കുറയാണ്. പക്ഷെ നമ്മൾ എന്താണ്, മെഡിറ്റേഷൻ, യോഗ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രോപ്പറായിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെ വളരെ സില്ലി ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇമോഷണൽ റെഗുലേഷൻ ആവട്ടെ എന്തുമാകട്ടെ, അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് നമുക്ക് ഹൈ റെസിലിയന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് നമ്മൾ മാക്സിമം ഇംപ്രൂവ് ചെയ്യുക. അതിന് ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ രാവിലെ ചെയ്ത ആ മെഡിറ്റേഷൻ. കാരണം ഒരുപാട് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് എന്താണ്, ഓവർലോഡ് ആവും. അതിൽ നിന്ന് ഒന്ന് മാറി നമുക്ക് ആ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്താൽ നമ്മുടെ റെസിലിയൻസ് പവർ ഇംപ്രൂവ് ആവും, നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള ഒരു എബിലിറ്റി കിട്ടും. നമ്മളപ്പോ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? സ്ട്രെസ് മാനേജ്മെന്റ് പറഞ്ഞു. നമ്മുടെ റെസിലിയന്റ് പവർ കൂടാൻ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് സ്ട്രെസ് മാനേജ്മെന്റ്, പ്രോപ്പറായിട്ട് നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യുക. അതുപോലെ ഇമോഷണൽ റെഗുലേഷൻ. നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? അഡാപ്റ്റബിലിറ്റി. നമ്മൾ
നമ്മുടെ സ്ട്രെസ് എല്ലാം മാനേജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇമോഷണലി ഒരു റെഗുലേഷൻ ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ടാവും. പിന്നെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക, നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂട്ടുക, പോസിറ്റീവ് സെൽഫ് ടോക്ക്, പ്രൊഡക്ടിവിറ്റി. നമുക്ക് നമ്മുടെ റെസിലിയന്റ് പവർ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിൽ കൂടുതലും ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സ്ട്രെസ് മാനേജ്മെന്റ്, ഇമോഷണൽ റെഗുലേഷൻ, അഡാപ്റ്റബിലിറ്റി, പ്രോബ്ലം സോൾവിങ്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, പ്രൊഡക്ടിവിറ്റി. നമുക്കൊരു ഇഷ്യൂ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡൗൺ ആയി പോവാതെ നമുക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് തിരിച്ചു വരാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ പവർഫുൾ ആയിട്ട് തിരിച്ചു വരും. അതുപോലെ നമുക്ക് പവർഫുൾ ആയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഒരുപാട് ഡൗൺ ആയി കഴിയുമ്പോൾ ഒരു ഈവനിങ് 3 മണിയൊക്കെ ആകുമ്പോ ഒരു കടൽ തീരത്ത് പോയിരിക്കുക, ആ കടൽക്കാറ്റ് കൊള്ളുക. അപ്പൊ എന്താണ്, ആ ഉപ്പുകാറ്റ് നമ്മളെ വന്നടിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ നെഗറ്റീവ്സും അത് കൊണ്ടുപോയിക്കോളും. പകരം ആ പവർഫുൾ ആയിട്ട് വരുന്ന തീര അത് നമുക്ക് തരുന്ന എന്താണ്, ഒരു എനർജി ഉണ്ട്. നമുക്കും പവർഫുൾ ആയിട്ട് തിരിച്ചു വരാം എന്നുള്ള ഒരു എനർജി. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് കടൽത്തീരത്തൊക്കെ പോയിരുന്ന് നമ്മുടെ പ്രശ്നങ്ങളെ ആ കടലിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അതിൽ നിന്ന് വരുന്ന ആ തിരയുടെ ആ എനർജി പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് പവർഫുൾ ആയിട്ട് തിരിച്ച് വരിക. അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്തും നല്ല രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അത് കൂടാനുള്ള കാര്യങ്ങളും ചെയ്യാം. 3 PM നിങ്ങൾ ഓർത്തിരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അതായത് റെസിലിയൻസ് കൂടാൻ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആവുമ്പോൾ കടൽ തീരത്ത് പോയിരുന്ന് ആ കാറ്റ്, ആ തണുത്ത കാറ്റൊന്ന്, ഉപ്പുകാറ്റൊന്ന് കൊള്ളുക. നമ്മൾ എന്താണ്, ആ കടലിൽ നിന്ന് കിട്ടുന്ന ആ എനർജി പവർഫുൾ ആയിട്ട് മാറ്റുക. അത് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ആ ഒരു ഫോഴ്സ്, ആ തിര അടിച്ചു വരുന്നില്ലേ, ആ ഒരു ഫോഴ്സ് നമ്മുടെ ഫുൾ ബോഡിയിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് പ്രശ്നത്തെയും പവർഫുൾ ആയിട്ട് ഞാൻ പൊരുതും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഓർത്തിരിക്കാം, 3 PM സ്ട്രെസ് മാനേജ്മെന്റ്, ഇമോഷണൽ റെഗുലേഷൻ, അഡാപ്റ്റബിലിറ്റി, പ്രോബ്ലം സോൾവിങ്, പോസിറ്റീവ് സെൽഫ് ടോക്ക്, പ്രൊഡക്ടിവിറ്റി, മെന്റൽ ഹെൽത്ത്. എല്ലാവരുടെയും ലൈഫിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ അതിൽ പെട്ടുപോകാതെ അതിൽ നിന്ന് ഉയർന്നു വരാൻ ട്രൈ ചെയ്യുക. യു ആർ സ്ട്രോങ്ങർ ദാൻ ദ പ്രോബ്ലംസ് യു ഫേസ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെക്കാൾ നിങ്ങൾ എന്താണ്, സ്ട്രോങ്ങർ ആണ്. യു ഹാവ് ദ എബിലിറ്റി ടു റൈസ് അപ്പ്. നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള കഴിവുണ്ട്. അതായത് പ്രശ്നങ്ങൾ, ലൈഫ് ഒരു ജേർണിയാണ്. ജേർണിയിൽ സ്ട്രഗിൾസ് ഉണ്ടാകാം. ഈ സ്ട്രഗിൾസിന്ന്, അതായത് നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടാകാം, അതിൽ നിന്ന് നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്ത് വരിക. അപ്പോഴാണ് നമുക്ക് ലൈഫിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോ ഇനി ക്വസ്റ്റ്യൻ ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംസാരിക്കുക, ഇതേപ്പറ്റി സംസാരിക്കാനുണ്ടെങ്കിൽ പറയാം. നിങ്ങൾ കടലടുത്തില്ലാത്തവരെന്ത് ചെയ്യും മാം? കടൽ അടുത്തില്ലാത്തവര് എല്ലപ്പോഴും കുറച്ച് ലോങ് ആണെങ്കിലും പോയി ഒന്ന്, ഒരുപാട് നമ്മൾ ട്രെയിൻ ആയി കഴിയുമ്പോൾ ഒന്ന് അവിടെ പോയിരിക്കുന്ന നല്ല ഹെൽപ്പ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞത് അഡാപ്റ്റബിലിറ്റിയുടെ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സിമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് കടലിലേക്ക് പോകണ്ട, കടൽ നമ്മുടെ അടുത്തുണ്ട്. ഏതൊക്കെയാണ് കടലിൽ നമ്മൾ പറഞ്ഞായിരുന്നു, സ്ട്രെസ് മാനേജ്മെന്റ് എന്താണ്, ഇതാണ് നമ്മുടെ കടല്. പ്രോപ്പർ സ്ട്രെസ് മാനേജ്മെന്റ് നടത്തുക, അഡാപ്റ്റബിലിറ്റി ഉണ്ടാവുക, ഇമോഷണൽ റെഗുലേഷൻ, പ്രോബ്ലം സോൾവിങ്, പ്രൊഡക്ടിവിറ്റി. ഇതെല്ലാമാണ് നമ്മുടെ കടല്. അല്ലാതെ കടൽ തീരത്ത് ചെന്ന് ആ ഒരു ഈ കാര്യങ്ങൾ ചെയ്തിട്ട് മനസ്സിൽ കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് ചിന്തിക്കുക, ആ പവർഫുൾ ആയിട്ടുള്ള കടല് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതുപോലെ നമ്മളെല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം മൊത്തം നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ട്. കടൽ തീരത്ത് തന്നെ പോകണമെന്നില്ല. ആ കടൽ തീരത്തിന്റെ ആ വേവ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് കണ്ണടയ്ക്കുക, വന്നിട്ടൊന്ന് ആലോചിക്കുക. ആ ഒരു പവർ നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇത് ഓർത്തിരിക്കാൻ വേണ്ടി, അതായത്
ഈ ഒരു കാര്യങ്ങള് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. C3PM എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് നമ്മൾ വേണ്ടത് ഇമോഷണൽ റെഗുലേഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, പ്രൊഡക്ടിവിറ്റി, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ റെഗുലേഷൻ, പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്. കടൽ തീരത്ത് പോയിരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആശ്വാസം, അത് നമുക്ക് ശരിക്കും എന്താണ് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇമോഷൻസ് റെഗുലേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇതിനെല്ലാം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിലിയന്റ് ആയിട്ട് ഉയർന്നു വരാൻ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സത്യം. അതിപ്പോ അടുത്ത് കടലില്ലെങ്കിൽ കടലിൽ പോണമെന്നൊന്നുമില്ല. കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് കണ്ണടച്ച് ആ ഒരു പവർ, അതായത് ആ വളരെ പവർഫുൾ ആയിട്ട് കടലടച്ച് വരുന്നത് പോലെ നമ്മുടെ മൈൻഡിൽ നമ്മൾ പവർഫുൾ ആയിട്ട് മാറിയാൽ മതി. നമുക്ക് ഏത് ഇഷ്യൂസിനെയും സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് കടൽ തീരത്ത് ചെല്ലുന്നവർ മാത്രമല്ല സക്സസ് ആവുന്നത്. കടൽ തീരത്ത് പോണമെന്നില്ല. നമ്മുടെ ഇഷ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് അഡ്രസ് ചെയ്തിട്ട് അതിൽ നിന്നും സെറ്റ് ബാക്ക് ചെയ്ത് ഉണ്ടാവുന്ന ബൗൺസ് ബാക്ക് ചെയ്ത് നമുക്കുണ്ടാവുന്ന തിരിച്ചടിയിൽ നിന്നും ഉയർത്ത് വന്ന് നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക എന്നതുള്ളൂ. കടൽ തീരമില്ലാത്തവർ കടൽ തീരത്ത് പോകണ്ട. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ ഷുവർ നിങ്ങൾക്ക് നല്ല റെസിലിയന്റ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. ക്ലിയർ? താങ്ക് യു മാം. ഓക്കെ ഷെമിനമ്മ. I can be changed by what happens to me, but I refuse to be reduced by it. അതായത് ലൈഫില് പ്രശ്നങ്ങൾ വരും, ഡിഫിക്കൽട്ടീസ് വരും, പ്രോബ്ലംസ് വരാം, ഫെയിലിയേഴ്സ് വരാം. ഇതൊക്കെ എന്നെ ഷേപ്പ് ചെയ്യായിരിക്കും. പക്ഷെ ഒരിക്കലും ഇതാവില്ല എൻ്റെ എന്താണ് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ അവിടുന്ന് ബൗൺസ് ബാക്ക് ചെയ്ത് ഞാൻ സക്സസ് ആകും. നമ്മുടെ മായ ഏഞ്ചലോ പറഞ്ഞ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ പ്രശ്നത്തെക്കാൾ സ്ട്രോങ്ങർ ആണ് ഞാൻ, എനിക്കിത് ഫേസ് ചെയ്യാൻ സാധിക്കും, ഞാൻ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേക്കും, ഞാൻ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കൂടുതൽ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കും എന്നുള്ള ഒരു സ്ട്രോങ് മെന്റൽ ഹെൽത്ത്, സ്ട്രോങ് കോൺഫിഡൻസോട് കൂടി പറയാനുള്ള ഒരു പവർ നമുക്കുണ്ടായാൽ ഏതൊരു പ്രശ്നത്തെയും നമുക്ക്, ഏതൊരു ചലഞ്ചിനെയും നമുക്ക് നേരിടാൻ സാധിക്കും. അതായത് ലൈഫിൽ ചലഞ്ച് വരില്ല എന്നല്ല, ആ ചലഞ്ചുകൾ നമ്മളെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമ്മളെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ചേഞ്ച് അതിൽ പെട്ട് നമ്മൾ അതാവരുത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ അതിൽ നിന്ന് മാറി നമ്മൾ ഹാപ്പി ആയിട്ട് സക്സസ് ആയിട്ട് മുന്നോട്ട് വരിക. അല്ലാതെ ഒരിക്കലും പ്രശ്നങ്ങളിൽ പെട്ട് അതിൽ ഒഴുകിപ്പോകാതെ അതിൽ നിന്ന് നീന്തി രക്ഷപ്പെടുക തന്നെ വേണം. ലൈഫിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്. മായ ഏഞ്ചലോടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കോട്ടാണ് റെസിലിയൻസിനെ കുറിച്ച്. ഐ ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ വാട്ട് ഹാപ്പൻസ് ടു മീ ബട്ട് റിഫ്യൂസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ ഇറ്റ്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഈ ഒരു കാര്യം പവർഫുൾ ആയിട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ എന്തായിരിക്കുക, സ്ട്രോങ്ങർ ആയിരിക്കുക. എല്ലാ ഇഷ്യൂസിനേക്കാളും നമ്മൾ സ്ട്രോങ്ങർ ആയിട്ടിരിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക, ഒരു പുതിയ ഉണർവുമായിട്ട്, പുതിയ സ്ട്രോങ്ങുമായിട്ട്, പുതിയ പവറുമായിട്ട്. നമുക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ദൈവം നൽകും. അതിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു വന്ന് നമുക്ക് ഹാപ്പി ആയിട്ട്, അല്ലാതെ പ്രശ്നങ്ങളില്ലാത്ത ലൈഫല്ല നമ്മൾ കാണേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിന് നമ്മൾ പവർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്ന് മാത്രമാണ് പറയാൻ പറ്റുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പ്രശ്നങ്ങളെ വളരെ പവർഫുൾ ആയിട്ട് നമുക്ക് നേരിട്ട് വിജയത്തിലേക്ക് എത്താൻ, അതായത് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ. ആദ്യം പറഞ്ഞ ആ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവരെല്ലാം സക്സസിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രോബ്ലങ്ങളെ നമ്മൾ അനലൈസ് ചെയ്ത് അതിന് എങ്ങനെയാണ് സൊല്യൂഷൻ, അല്ലാതെ പ്രോബ്ലം ഓറിയന്റഡ് ആവാതെ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് നിന്ന് സക്സസിലേക്ക് എത്തുക. ആ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതിൽ നമ്മുടെ
എന്താണ് 21ാമത്തെ വയസ്സിൽ രോഗത്തിന് കീഴ്പ്പെട്ട ആളാണ്. പക്ഷെ എന്നിട്ടും എന്താണ് ഈ സയന്റിഫിക് ലോകത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അല്ലാതെ ആ 21ാമത്തെ വയസ്സിൽ കൊഴിഞ്ഞു പോവുകയല്ല ചെയ്തത്. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരും, രോഗങ്ങൾ വരാം, ദുരിതങ്ങൾ വരാം, ഒക്കെ വരാം. അവിടെ നിന്ന് നമ്മൾ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരിക. നമുക്ക് എല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകും. എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. അപ്പോൾ ഫീഡ്ബാക്സ് അറിയിക്കാനായി ബി മാജിക് മെമ്പേഴ്സിനെ ക്ഷണിക്കുന്നു. മാജിക് മോർണിംഗ്. ഷഹബാസ് മാം, വളരെ നല്ലൊരു ടോപ്പിക്കാണ്. മാം പറഞ്ഞ പോലെ നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ആളുകളില്ല. പല കാര്യങ്ങളും അതില്ലെങ്കിൽ മനുഷ്യജീവിതം ഇല്ലല്ലോ സത്യം പറഞ്ഞ. അങ്ങനെ ഓരോ കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിൽ തളർന്നു പോവാതെ ഉയർത്തെഴുന്നേൽക്കാൻ നമുക്കൊരു സ്ട്രെങ്ത് തരുന്ന ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ബി മാജിക്, നമുക്ക് ഇതിൽ വരുന്ന ഓരോ ക്ലാസ്സുകളും വ്യത്യസ്തമാണ്. ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അറിവുകളും പിന്നെ അതുപോലെ തന്നെ മുന്നേ കിട്ടിയ അറിവുകൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ പറ്റിയ ക്ലാസ്സുകളാണ് ഓരോ ദിവസവും നമുക്ക് ബി മാജിക് തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സും. വളരെയധികം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അധികം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നത് നമുക്ക് ഒരുപാട് അതിനെ ഉയർത്തെഴുന്നേൽക്കാനും നമ്മുടെ മൈൻഡിനെ സ്ട്രെങ്ത് ആക്കാനും ഒക്കെ പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മാജിക് മോർണിംഗ് മാം. വിൻസെന്റ് സാർ പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്. താങ്ക് യു സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. എങ്ങനെയാണ് ഒരാൾ റെസിഡന്റ് ആവുക, അല്ലെങ്കിൽ റെസിഡൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നുള്ള കാര്യമാണ് മാം പറഞ്ഞത്. നേരത്തെ മേഡം പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാരില്ല. നമ്മളെല്ലാവരും സ്ട്രെസ്സിൽ കൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെ ഒരു സ്ട്രെസ്സാണ്. പക്ഷെ അത് എങ്ങനെ നേരിടണം എന്ന കാര്യമാണ് എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നത്. അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് നേരിടുമ്പോൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെയാണ് അതൊന്ന് രക്ഷപ്പെടാമെന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴി നോക്കുന്നു. കാരണം പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ സാധാരണഗതിയിൽ നമ്മൾ കണ്ടെത്താറില്ല. ഒരു തലവേദന വരുമ്പോൾ ഒരു പാരസെറ്റമോൾ കഴിക്കും, തലവേദന മാറി. പക്ഷെ എന്തുകൊണ്ടാണ് തലവേദന വന്നതെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പൊ അതുപോലെയാണ് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ പ്രശ്നങ്ങളുടെ ആ ഡീപ്പായിട്ട് പോണില്ല. എന്തുകൊണ്ടാണ് പ്രശ്നം വന്നത്, അതിന് പെർമനന്റ് ആയിട്ട് എങ്ങനെ സൊല്യൂഷൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ ആലോചിക്കില്ല എന്നുള്ളതാണ് സത്യം. മാഡം അതൊരു ഐ ഓപ്പണർ ആയിരുന്നു. നമ്മൾ അത് അറിയണം, അറിഞ്ഞ് അതിൽ മുന്നോട്ട് പോകണം. പണ്ടൊരു ഒരു മൗണ്ട് എവറസ്റ്റ് കയറാനായിട്ട് ഒരാള് പറ്റിയില്ല, അത് പരാജയപ്പെട്ടു. അപ്പൊ അയാൾ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മ, അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. മൗണ്ട് എവറസ്റ്റ് നോക്കി അയാൾ പറഞ്ഞാണ്, യു വിൽ ബി ദേർ. നിന്റെ ആ ഉയരം അത് കൂടാൻ പോണില്ല, അത്രേ ഉയരം ഉള്ളൂ. നീ എത്ര കൊല്ലം കഴിഞ്ഞാലും യു സ്റ്റിൽ റിമെയിൻ ദേർ. പക്ഷെ ഐ വിൽ ഗ്രോ. ഞാൻ അതിനുള്ള ഇത് സമ്പാദിച്ചിട്ട് ഞാൻ നിന്നെ കീഴടക്കും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു മെന്റൽ ഇത് നമുക്ക് വേണം, എന്നാലേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിൻസെന്റ് സർ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ലൈഫില് പ്രശ്നങ്ങൾ വരും, പക്ഷെ സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുന്നത് എന്ന് ഒന്നുകൂടി പറഞ്ഞു തന്നു സാറ്. താങ്ക് യു. മാജിക് മോർണിംഗ് മാം, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നല്ല പവർഫുൾ ക്ലാസ് ആയിരുന്നു അന്ന്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ടേക്ക് അവേ പോയിന്റ്സ് C3 പ്രിയം, അതുപോലെ തന്നെ പ്രശ്നങ്ങളെക്കാൾ സ്ട്രോങ്ങർ ആണ് ഞാൻ എന്നുള്ളതും വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ ഇന്ന് പറഞ്ഞ എല്ലാ പോയിന്റ്സ് വളരെ നമുക്കെല്ലാം ആത്മവിശ്വാസം കൂടാനും മനക്കരുത്ത് വർദ്ധിപ്പിക്കാനും നമ്മളെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മാനസികമായിട്ട് നമ്മൾ സ്റ്റേബിൾ ആകാനും ഉതകുന്ന നല്ല നല്ല എക്സാമ്പിളോട് കൂടിയിട്ട് അത് പഴയ മഹാത്മാക്കളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വളരെ മനോഹരമായ രീതിയിലാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്. ഏതായാലും നല്ല ഉപകാരപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സർ. സാർ ആദ്യം മുതലേ വീഡിയോ ഓൺ ആക്കി എനിക്ക് വളരെ ഒരു ഇത് നമുക്ക് ഒരാളുടെ മുഖത്ത് നോക്കി ഇന്ന് സംസാരിക്കുമ്പോൾ വളരെ പവർഫുൾ ആയിട്ട് പറയാൻ പറ്റും. വെറുതെ സ്ക്രീൻ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സാർ ആദ്യമേ മുതലേ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് സംസാരിച്ചു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു. നന്നായി ബി മാജിക്കിന് മകൻ മനസ്സിലാവും.
ബി മാജിക്കിന്റെ മുഖം മണിസാറാണ്. ഈസ് ദ ഓൺലി പേഴ്സൺ എപ്പോഴും. ഞങ്ങളുടെ താങ്ക് യു വിൻസെന്റ് സാർ. ഞാൻ നിങ്ങളെ റെപ്രസെന്റേറ്റീവ് ആണ്. അല്ലേ വിമാജിക്കിന്റെ മുത്താണ് മണിസാർ. താങ്ക് യു ഷൈമിന. ഞങ്ങൾ നിങ്ങളെ ഒരു രൂപം തന്നെയാണത്. താങ്ക് യു ഷബാസ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഇനിയും എല്ലാവരുടെയും നല്ല പ്രതീക്ഷിക്കുന്നു. വാക്കുകൾക്ക് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. അപ്പോൾ നമ്മള് 6:35 ഓക്കെ. നമുക്ക് ലീവ് ചെയ്യാം. എങ്ങനെയാണ്, ഫിനിഷിംഗ് അല്ലേ? ആ ഓക്കെ, ഞാൻ ലീവ് ചെയ്തോട്ടെ. ഓക്കെ. അപ്പൊ ഇന്ന് ഇത്രയും മനോഹരമായ ക്ലാസ് എടുത്ത ശാരദ മാമിനും ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ബാക്കി ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു. താങ്ക് യു ശാരദ മാം. താങ്ക് യു ഓൾ. താങ്ക് യു Thank you once ഷബാസ് മാം. again. താങ്ക് Bye. യു ഓൾ. താങ്ക് യു once again. Thank you all. Thank you. Thank you very much. Thank you.